DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ ആദ്യ യോഗം കഴിഞ്ഞ ശേഷം പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. UDF തിരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ചിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടികളിൽ 2 നടപ്പാക്കുവാൻ ആദ്യ മന്ത്രിസഭാ യോഗം തന്നെ തീരുമാനമെടുത്തിരിക്കുകയാണ്. ആദ്യത്തേത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയാണ്. ജൂൺ 15 മുതൽ ഈ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഗതാഗത വകുപ്പ് വ്യക്തമാക്കും. കേരളത്തിൽ ഓടുന്ന ബസ്സുകളിൽ മാത്രമാണോ അതോ അന്തർ സംസ്ഥാന ബസ്സുകളിലും ലഭിക്കുമോ? അതുപോലെ എല്ലാ KSRTC ബസ്സുകളിലും, അതായത് ഓർഡിനറി, ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, സ്വിഫ്റ്റ് തുടങ്ങിയ വിവിധ ബസ്സുകളിൽ ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് വരും ദിവസങ്ങളിൽ KSRTCയുടെ ഭാഗത്തു നിന്നും വിശദമാക്കുക. ഏതായാലും സംസ്ഥാനത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആനുകൂല്യം തന്നെയാണ് സൗജന്യ KSRTC യാത്ര. രണ്ടാമത്തെ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപനം നടപ്പാക്കുന്നത് വയോജനങ്ങൾക്ക് വേണ്ടിയാണ്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു വകുപ്പ് രൂപീകരിക്കുക. ഇത് ഏറ്റവും നന്നായി നടപ്പാക്കിയത് ജപ്പാനാണ്. ആ മോഡൽ പരിശോധിക്കും. ഒരു സമൂഹം പരിഷ്കൃത സമൂഹമായതിൻ്റെ അളവുകോൽ ആ സമൂഹത്തിലെ മുതിർന്ന ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. പ്രായമായവരെ കരുതലോടെ ചേർത്ത് നിർത്തുന്ന സമീപനം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ആശാവർക്കർമാർക്ക് വേതനം 3000 രൂപ വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. അങ്കണവാടിയുടെ വരുമാനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കും. സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. പാചക തൊഴിലാളികളുടെ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചു. ആയമാരുടെയും പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ വരും മന്ത്രിസഭാ യോഗങ്ങളിൽ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നതുൾപ്പെടെ 5 ഇന്ദിരാ ഗ്യാരണ്ടികളാണ് UDF ഇലക്ഷൻ കാലത്ത് തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നൽകിയത്. അതിൽ 2 നടപ്പാക്കുന്നത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവയും അധികം താമസിയാതെ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. അതിനു മുൻപായി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു ധവളപത്രം ഇറക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ ക്ഷേമ പദ്ധതികളും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.